ഹായ് ഹലോ, ഇന്ന് നമുക്ക് പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ പുഡിങ് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിങ്ങനെ പുഡിങ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലീസിൻ്റെ അടുത്തൊക്കെ പറയാം. പിന്നെ നമ്മളടുത്ത് കാറ്ററിംഗ് ടീംസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും പറയാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ആദ്യം സെയിൽ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ട്രേക്ക് 2 പാക്കറ്റ് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് 2 ട്രേ പുഡിങ്ങാണ് ഓർഡർ ഉള്ളത്. അപ്പോൾ എനിക്ക് 4 പാക്കറ്റ് പാൽ ടോട്ടൽ വേണേ. അപ്പോൾ ഒരു പാക്കറ്റ് പാലിന് ഞാനിവിടെ 11 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ എടുക്കുന്നത്. നോർമലി നമ്മളെ വീട്ടിലേക്ക് കഴിക്കാനാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ വീട്ടിൽ വെച്ചുള്ള സൽക്കാരങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാം മതി. അതല്ല നമ്മൾ കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 11 ഗ്രാമൊക്കെ എടുക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയണത് എസെൻസ് പുഡിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ. അതല്ല നമ്മളെ ഇളനീരോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കസ്റ്റർഡ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ 13 ഗ്രാം എടുക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വലിയ പാക്കറ്റ് 100 ഗ്രാമിൻ്റെ പാക്ക് മേടിക്കലാണ്, എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ അളന്നെടുക്കലാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 44 ഗ്രാമാണ് വേണ്ടത്. ഒരു പാക്കിന് 11 ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ നല്ല ബ്രാൻഡ് യൂസ് ചെയ്യാൻ നോക്കുക. അത് ലോക്കലോ മോശമായിട്ടുള്ള ബ്രാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് സെറ്റ് ആവില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റായില്ല എന്നല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്കൊരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനത് ഇതുവരെയും യൂസ് ചെയ്യാത്തൊരു ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്തത്. അന്ന് അവിടെ ഷോപ്പിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ അത് നോക്കണേ, നല്ലത് യൂസ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യണത്, നമ്മൾ ആ ട്രേ ഉണ്ടല്ലോ, ഞാനത് മേടിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 3 മേടിച്ചത്. അപ്പോൾ അതൊരു പാത്രങ്ങളൊക്കെ മേടിക്കുന്ന സാധാ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അന്ന് ഒരു ട്രേക്ക് ഒരു 320 രൂപ എങ്ങാനും ഉണ്ടായിരുന്നു. പിന്നെ 3 മേടിച്ചിട്ട് പിന്നെ എനിക്കൊരു 3 കൂടി 6 ട്രേൻ്റെ ഓർഡർ വന്നപ്പോൾ 3 ട്രേ ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അന്ന് ഒരു ട്രേക്ക് എനിക്ക് 300 രൂപ വരുന്നത്. അപ്പോൾ ഓരോ ഷോപ്പിലും ഓരോരോ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത്തെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മേടിച്ചത്തെ ടൈമിലത്തെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ട്രേ തിരിച്ച് തരുമോ എന്നുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവർ തിരിച്ച് തരും. അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തിരിച്ചെത്തിക്കും കേട്ടോ. അതല്ലാതെ നമുക്ക് കേക്കൊക്കെ സെയിൽ ചെയ്യണ പോലെ നമുക്ക് പുഡിങ്ങിൻ്റെ ബോക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള ബോക്സൊക്കെ നമുക്ക് തിരിച്ച് റിട്ടേൺ തരാത്ത ടൈപ്പിലുള്ള ബോക്സൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാറുണ്ട്. വീട്ടിലേക്കൊക്കെ തിരിച്ച് അവർ ഈ ട്രേ കൊടുന്നേരേണ്ട ബുദ്ധിമുട്ടും, അതല്ലാതെ കുറച്ച് ലോങ്ങിലേക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് അതിനനുസരിച്ച് മേടിക്കുക. ഇപ്പോൾ ഞാൻ രണ്ടും ഒരേ ടൈമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു ചൈന ഗ്രാസും പാലും ഒരേ ടെമ്പറേച്ചർ ആവണം, ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അതെല്ലാ ടൈമിലൊന്നുമില്ല, ചില ടൈമിൽ പിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ 2 പ്രാവശ്യം പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ മെൽറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈന ഗ്രാസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മളത് ഓഫായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാലൊക്കെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ മാറും. അപ്പോൾ പാല് പിരിഞ്ഞു പോയേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും ഒരേ ടൈമിൽ നല്ലപോലെ മെൽറ്റായതിന് ശേഷം ആഡ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നല്ല തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ പാല്, അതിനനുസരിച്ച് സെറ്റാക്കിയാൽ മതി. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ റേറ്റ് പറയാം. അത് ഓരോ കസ്റ്റമേഴ്സും ഓരോ രീതിക്കാണ് പറയുക. നല്ല റിച്ചായിട്ട് ചെയ്യാൻ പറയും, ഒരു മീഡിയം ലെവലിൽ ചെയ്യാൻ പറയും, അധികം റേറ്റ് വേണ്ടാന്ന് പറയുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് കാറ്ററിംഗ് ടീംസിനാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ റിച്ചായിട്ടൊന്നുമില്ല, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും കേട്ടോ അവരെ ഇതിന്. അപ്പോൾ അവർക്ക് അതിലൊരു ചേഞ്ച് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും ചെയ്യുന്ന അതേ റെസിപ്പിയിൽ അങ്ങനെ പോകും കേട്ടോ. ചിലവർ നല്ല റേറ്റിൽ നല്ല റിച്ചിൽ ചെയ്യാൻ പറയും, നല്ല നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല റേറ്റ് ആയാലും ഇത്ര വിഷയമായാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ നല്ല റിച്ചായിട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പഞ്ചസാര മാത്രമാണ് യൂസ് ചെയ്യണത്. ചിലവർക്ക് 2 മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും, മിൽക്ക് മെയ്ഡും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ചെയ്യും. ചില കസ്റ്റമേഴ്സിന് നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചെയ്യും. അപ്പോൾ അതിലൊക്കെ റേറ്റിൽ ചേഞ്ച് വരും. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട്സ് ആയാലും, ഞാനിപ്പോൾ നട്ട്സ് ഇതിലേക്ക് ഗാർണിഷിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുക. ചില കസ്റ്റമേഴ്സിന് നമ്മൾ ഉള്ളിലൊക്കെ നല്ലോണം ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരുപാട് ഉള്ളിലൊക്കെ ഇടും കേട്ടോ.
അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് സീസണായിട്ടുള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ മാങ്ങയുടെ കാലമാണ് ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ മാങ്ങക്ക് വിലയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാങ്ങ പുഡിങ്ങിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ വലിയ റേറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ചില ടൈമിൽ, സീസൺ അല്ലാത്ത ടൈമിൽ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ റേറ്റിലും ചേഞ്ച് വരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നാട്ടിലെ ഓരോരുത്തരെ പുഡിങ് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അവരൊക്കെ റേറ്റ് ഒന്ന് അന്വേഷിക്കുക, അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമ്മൾ റേറ്റ് ഇടരുത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ എന്താ പറയുക, ബേക്കിങ്ങിൻ്റെ കുറേ ഗ്രൂപ്പിലൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ആ റേറ്റിൽ നമ്മൾ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓർഡേഴ്സ് കിട്ടില്ല. അപ്പോൾ ആരും സെയിൽ ചെയ്യണില്ല, റേറ്റ് അറിയാൻ ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ചിലവ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 200-300 അങ്ങനെ ഓരോ ബഡ്ജറ്റ് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എത്രയാണെന്നുള്ളത്, നമ്മൾ എഫേർട്ട് എത്ര ഉണ്ടെന്നുള്ളത് അതിനനുസരിച്ച് റേറ്റ് നോക്കുക, റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഈ ഒരു ട്രേൻ്റെ അളവ് എത്രയെന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രേൻ്റെ അളവ് ഒന്ന് പറയുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്ത ട്രേക്ക് എനിക്ക് താഴെ 12 ഇഞ്ചാണ് കേട്ടോ, 12 ഇഞ്ചും ഇങ്ങനത്തെ ലെങ്ത്ത് 12 ഇഞ്ചും വിഡ്ത്ത് 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാറ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഷാൾ എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ ടേബിൾ ടോപ്പ് ഉണ്ടല്ലോ ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുഡിങ് നമ്മൾ ആ ഒരു മിക്സ് ഒരു സൈഡിലോട്ട് മാത്രം നിൽക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ടുള്ളത് കറക്റ്റായി കിട്ടാൻ. ഞാനിപ്പോൾ ഇവിടെ ഇത് അരിച്ചെടുക്കണില്ല, കാരണം എൻ്റെ ഇത് കറക്റ്റ് ഫുള്ള് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായിട്ടില്ല, തരികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് അരിക്കണേ. എനിക്കിപ്പോൾ അത് ഫുള്ളി മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2 ഫ്ലേവറിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളിഷ്ടത്തിന് 2 ഏതെങ്കിലും ഫ്ലേവറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പിസ്തയും ബദാമിൻ്റെ മിക്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ട്രേയിലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഒന്നാമത് ഇതിൻ്റെ മടിയാണ് കേട്ടോ, കാരണം ഇതിനിപ്പോൾ അളന്ന് മാറ്റി 2 ഒരേ അളവിലെടുക്കുക എന്നുള്ളതൊക്കെ റിസ്ക്കാണ്. പിന്നെ എനിക്ക് എന്തായാലും കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്, നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ വെച്ച് ചെയ്യാന്നുള്ളത്. ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മിക്സ് ഈ ഫ്ലേവേഴ്സിന് യൂസ് ചെയ്യണ ഈ എസെൻസ് നമുക്കങ്ങനെ ബോയിൽ ചെയ്യണമെന്നൊന്നുമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഫ്ലേവറായിട്ട് ചെയ്ത് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ മധുരമൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ മുന്തി നിൽക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ചൈന ഗ്രാസൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ മധുരം ബാലൻസായി നിൽക്കുള്ളൂ. നമ്മൾ നോർമൽ മധുരം ഇത് ഓക്കെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൈന ഗ്രാസൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ മധുരം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഒരു പൊടി മുന്നിൽ മധുരം നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം ചെയ്ത് വരുമ്പോൾ സെറ്റായിരിക്കും. ഇതിപ്പോൾ ഞാൻ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കതിന് മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോഴേ നമുക്കത് കാണാനും അത് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവുള്ളൂ. ഞാനിതിൻ്റെ മുകളിലായിട്ട് ബദാമാണ് കേട്ടോ ഗാർണിഷിങ്ങിന് ഇടുകയാണ്. ഇതിപ്പോൾ അങ്ങനെ ഇട്ടോളണമെന്നൊന്നുമില്ല, എനിക്ക് പിന്നെ ഇപ്പോൾ വേറെ ടൈപ്പിൽ ഗാർണിഷ് ചെയ്യാനുള്ള ടൈമില്ല. ഇതാണ് എനിക്ക് ഒന്നുകൂടെ ഈസി. പിന്നെ ഇതിപ്പോൾ കസ്റ്റമേഴ്സിന് ഇത് കഴിക്കുമ്പോഴും നല്ലതാണല്ലോ, ബദാമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ. എനിക്ക് വരുന്ന എല്ലാ ഓൾമോസ്റ്റ് പുഡിങ്ങും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യാറ്. ഞാൻ പിന്നെ സെപ്പറേറ്റ് വേറെ ഡെക്കറേഷൻ വർക്കിനൊന്നും ഞാൻ നിൽക്കാറില്ല, ഞാൻ ജസ്റ്റ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഞാനിത് ഇങ്ങനെ കവർ ചെയ്യാണ് കേട്ടോ, ഞാനിത് കട്ട് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവരവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഒരു ട്രേ എത്ര ആൾക്ക് വേണമെന്നൊക്കെ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. നമ്മളടുത്ത് ഇത്ര ട്രേ 3 ട്രേ 4 ട്രേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയും, നമ്മൾ ചെയ്യും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ 40 പേർക്ക് ഒരു ട്രേ ഉള്ള അളവിലാണ് ഈ കാറ്ററിംഗ് ടീംസ് നമ്മളിരുന്ന് മേടിക്കുക. പക്ഷേ നമ്മൾ വീട്ടിലെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ചെറിയ ആൾക്കാരുള്ള പരിപാടിയാണെങ്കിലും ഒരു ട്രേ 2 ട്രേ ഒക്കെ മേടിക്കും കേട്ടോ. എനിക്കങ്ങനെ കറക്റ്റ് പറയാനറിയില്ല, കാരണം ഞാൻ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല, നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറേ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളിഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ചില കസ്റ്റമേഴ്സ് വലിയ പീസാക്കിയിട്ടും ചിലർ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തോളും. ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് അവർ പുഡിങ് എടുക്കാൻ വരുന്നുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെനു ഉണ്ടാക്കുക. മെനു ഓരോ ഏതൊക്കെ ഫ്ലേവറാണ് എന്നുള്ളതും അതിൻ്റെ റേറ്റും, പിന്നെ നമ്മൾ റിച്ച് ആയിട്ട് ചെയ്യേണ്ട റേറ്റ്, ലോ കോസ്റ്റിൻ്റെ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ്, അങ്ങനെ ഒരു മെനു നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമുക്കത് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ.
അപ്പോൾ എനിക്ക് കൂടുതലും നമ്മൾ ഈ ഒരു എസെൻസിൻ്റെ പുഡിങ്ങിൻ്റെ ഓർഡർ വരാറ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇളനീരിൻ്റെ പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് ബട്ടർ പുഡിങ് ആയാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പുഡിങ് ആയാലും അങ്ങനെ ക്യാരറ്റ് പുഡിങ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കാവേ. പുഡിങ്ങിൻ്റെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.